ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്കിപ്പ് എ ബീറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയും വേണം. വീഡിയോക്ക് ലൈക്കും കൂടി കൊടുക്കണം. അപ്പോൾ ഇനി അധികം പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡില് സൂജുവാന്റെ ഹാർട്ടാണ് തനിക്ക് വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ഹീറോന് വല്ലാത്ത ദേഷ്യമൊക്കെ വരും. അപ്പോ നീ ഈ 3 വർഷം എന്റെ കൂടെ ജീവിച്ചത് സൂജുവാന്റെ ഹാർട്ട് എന്നിലുള്ളത് കൊണ്ടാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിനും ഒരു മടി കൂടാണ്ട് അതേന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോന് വല്ലാത്ത ടെൻഷനായിട്ട്, നീ ശരിക്കും ബാഡ് ആയിട്ടുള്ളൊരു ഗേളാണ്, നിന്നെ കണ്ടുമുട്ടിയതാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ തെറ്റെന്നും പറഞ്ഞിട്ട് ഹീറോ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. ഹീറോയിനും ഹീറോ പോകുന്നത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. ഹീറോ ആണെങ്കിൽ നേരെ വീട്ടിലേക്കായിരിക്കും വരുന്നത്. വീട്ടില് ഹീറോനെ വെയിറ്റ് ചെയ്ത് അമ്മ ഇരിക്കുന്നുണ്ടാകും. ഹീറോനെ കണ്ട ഉടനെ തന്നെ ഒരുപാട് ചീത്ത പറയും. നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്? നീ നിന്റെ ഇഷ്ടത്തിന് എൻഗേജ്മെന്റ് ഒക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് പോയപ്പോ യൂണ്ട അമ്മ വന്ന് എന്നെ എന്തോരമാ ചീത്ത പറഞ്ഞെന്ന് അറിയാമോ? സത്യം പറഞ്ഞേ ഞാൻ ഭയങ്കരമായിട്ട് നാണം കെട്ട് പോയി എന്ന് പറയും. ഇതേ നോക്കമ്മ, നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാ പ്രോബ്ലവും ഞാൻ സോൾവ് ചെയ്തോളാന്ന് ഹീറോ ഇങ്ങനെ പറയും. എങ്ങനെ സോൾവ് ചെയ്യുമെന്നാ നീ പറയുന്നത്? നമ്മുടെ കമ്പനിയുടെ അവസ്ഥ നീ ആലോചിക്കുന്നുണ്ട്? നീ ഇങ്ങനെ ഹീറോയിന്റെ പുറകെ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ ഹീറോയിന്റെ പുറകെ പോവല്ലേന്ന് പറയും. ദേ അമ്മ നോക്ക്, എല്ലാ പ്രോബ്ലവും ഞാൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ പ്രോബ്ലം ഒന്നും പറഞ്ഞിട്ടുണ്ട്. ഹീറോ അങ്ങനെ തന്നെ അകത്തേക്ക് ചെല്ലും. അങ്ങനെ ഹീറോ കുളിക്കാനായിട്ട് ചെന്ന് നിൽക്കും. കുളിച്ചുകൊണ്ടിരിക്കുമ്പോ മിററിലൂടെ ഹീറോന്റെ ബോഡി കാണും. അങ്ങനെ തന്നെ നെഞ്ചത്ത് കൈവച്ചിട്ട്, ഈ ഒരു ഹാർട്ടിന് വേണ്ടിയിട്ടാണോ അവള് 3 വർഷം എന്റെ കൂടെ നിന്നതെന്ന് ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ തന്നെ ഹീറോയിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചെടുക്കും. ഇതെല്ലാം ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോന് വല്ലാത്തൊരു ഫീലിങ്സ് ഒക്കെ വരും. 3 വർഷമാണ് അവള് ആ ഹാർട്ടിന് വേണ്ടിയിട്ട് എന്റെ കൂടെ നിന്നത്, അല്ലാണ്ട് അവൾക്ക് എന്നോട് ഒരു തരി പോലെ സ്നേഹമില്ലാന്നും പറഞ്ഞിട്ട് വല്ലാണ്ട് വിഷമമൊക്കെ വന്നിട്ട് പുള്ളിക്കാരന് ഒരുപാട് ഡ്രിങ്ക് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ആ ടൈമിന് ഹീറോന്റെ ഫ്രണ്ട് അങ്ങോട്ട് വന്നിട്ട്, എന്താടാ നീ ഇങ്ങനെ ഒരുപാട് കുടിക്കുന്നത്? അധികം കുടിക്കണ്ടടാ, നീ എങ്ങനെയെങ്കിലും അവളെ മറന്നു കള, അതാ നല്ലത്, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞിട്ട് 2-3 പെണ്ണുങ്ങളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരും. ഹീറോയും ഈ 3 പെണ്ണുങ്ങളുടെയും കൂടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഡ്രിങ്ക് ഒക്കെ ചെയ്യും. അങ്ങനെ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടീനെ നോക്കും. അതിനെ കാണുമ്പോ ഹീറോയിൻ ആയിട്ടായിരിക്കും തോന്നുന്നത്. അങ്ങനെ തന്നെ അവളുടെ അടുത്ത് ചെന്നിരുന്നിട്ട്, നീ എന്തിനാ എന്നെ ഇട്ടിട്ടും പോയത്? 3 വർഷം ഈ ഹാർട്ടിന് വേണ്ടിയിട്ടായിരുന്നല്ലേ നീ എന്റെ കൂടെ കഴിഞ്ഞെന്ന് ഇങ്ങനെ ചോദിക്കും. ആ പെൺകുട്ടിയാണെങ്കിൽ ഹീറോ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും മിണ്ടാണ്ട് നിൽക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോ വല്ലാണ്ട് വയലന്റ് ആകാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോ തന്നെ ആ പെൺകുട്ടി പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. കുറച്ച് കഴിയുമ്പോഴാണ് ഹീറോന് ബോധമൊക്കെ വരുന്നത്. ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് ചിന്തിച്ചോണ്ടിരിക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേ ഉണ്ട് നമ്മുടെ ഹീറോനെ മീറ്റ് ചെയ്യാനായിട്ട് വരും. നീ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടിയത്? എന്തിനാ നീ എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്ത് പോയെന്ന് ഇങ്ങനെ ചോദിക്കും. സോറി യുൻ, എല്ലാം എന്റെ മിസ്റ്റേക്ക് ആണ്, നീ എന്ത് വേണേ പറഞ്ഞു, അത് ഞാൻ ചെയ്യാ, എന്റെ മിസ്റ്റേക്ക് ആണ്, എന്ത് വേണേ പറഞ്ഞു എന്ന് പറയും. അപ്പൊ തന്നെ യുൻ, എന്നാ നീ എന്നെ മാരേജ് ചെയ്യാനായിട്ട് പറയും. ഇല്ല യുൻ, എനിക്ക് അത് മാത്രം പറ്റില്ല, വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം, പക്ഷെ നിന്നെ മാരേജ് ചെയ്യാൻ വേണ്ടി മാത്രം പറയരുത്, അതെനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ യുണ്ണിന്റെ ഹാർട്ട് ബ്രേക്ക് ആകും. അങ്ങനെ തന്നെ ഭയങ്കര വിഷമിച്ച് ഹീറോന്റെ മുഖത്തിട്ട് ഒരു അടിയും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോകും. യുണ്ണിനാണെങ്കിൽ ആ സങ്കടം സഹിക്കാൻ വയ്യാണ്ട് വീട്ടിൽ ചെന്നിരുന്നിട്ട് വല്ലാണ്ട് കരയും. ആ ടൈമിന് ഹീറോന്റെ ഫ്രണ്ടും അങ്ങോട്ടേക്ക് വരും. ഓട്ടെ, നീ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേന്ന് ഇങ്ങനെ പറയും. പുള്ളിക്കാരിക്കാണെങ്കിൽ ആ സങ്കടം സഹിക്കാൻ വയ്യാണ്ട് അങ്ങനെ തന്നെ ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ച് കരയും. അതേ ടൈം ഹീറോ ആണെങ്കിൽ ആ ഹീറോയിനെ കുറിച്ച് ആലോചിച്ച് കുടിച്ച് ബോധമില്ലാണ്ട് അവിടെയുള്ള പൂളിലേക്ക് എടുത്ത് ചാടും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഹീറോയിന് കോള് വരും. ഹീറോന്റെ ഫ്രണ്ട് ആയിരിക്കും വിളിച്ചിട്ടുള്ളത്. നീ എത്രയും പെട്ടെന്ന് ഹീറോനെ വന്ന് മീറ്റ് ചെയ്യണം, അവന്റെ അവസ്ഥ ഇത്തിരി മോശമാണ്, അവനെ സെൻസിലേ അല്ല, അവൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അവന് പോലും അറിയില്ല, അത്രക്ക് മോശമായിട്ടാണ് ഇരിക്കുന്നത്, എത്രയും പെട്ടെന്ന് നീ അവനെ മീറ്റ് ചെയ്യാനായിട്ട് വരണോന്ന് പറയും. ഹീറോയിൻ ഇത് കേട്ടപ്പോ തന്നെ ഹീറോനെ കാണാനായിട്ട് ഹീറോന്റെ വീട്ടിലേക്ക് ചെല്ലും. എല്ലാ റൂമിലും കയറി ഇറങ്ങി നോക്കും, പക്ഷെ ഒരു റൂമിലും ഹീറോനെ കാണാനേ ഇല്ല. അവസാനം പൂൾ സൈഡിലേക്ക് ചെല്ലും. അപ്പൊ പൂളിന്റെ ഉള്ളിൽ ഹീറോ കിടക്കുന്നത് കാണും. അങ്ങനെ തന്നെ ഓടിച്ചെന്ന് ഹീറോനെ പൊക്കിയെടുത്തിട്ട്, എന്താടാ നീ കാണിക്കുന്നത്? കുടിച്ച് നിനക്ക് ബോധമില്ലാണ്ടായ? അവസാനം നീ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയാന്നും ചോദിച്ച് ഒരുപാട് ചീത്തയൊക്കെ പറയും. നീ എനിക്ക് വേണ്ടിയിട്ട് വന്നതാണോ, അല്ലെങ്കിൽ സൂജുവാന്റെ ഹാർട്ട് എന്റെ അടുത്ത് ഉള്ളത് കൊണ്ട് വന്നതാണോ എന്ന് ഇങ്ങനെ ഹീറോ പെട്ടെന്ന് ചോദിക്കും. ഹീറോയിനാണെങ്കിൽ എന്ത് മറുപടി കൊടുക്കണോന്ന് അറിയാൻ പാടില്ലാണ്ട് മിണ്ടാണ്ട് നിൽക്കും. അപ്പൊ തന്നെ ഹീറോ, 3 വർഷം നീ എന്റെ കൂടെ ജീവിച്ച്, അപ്പോഴൊന്നും നീ എന്നെ ആയിട്ട് കണ്ടിട്ടില്ല, സൂജുവാന്റെ ഹാർട്ട് എന്നിലുള്ളത് കൊണ്ട് നീ എന്നെ സൂജുവാനായിട്ടാണ് കണ്ടതും സ്നേഹിച്ചതും, എന്താ അങ്ങനെയല്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ദേ നോക്ക്, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, ആദ്യം നിന്റെ ഈ സ്റ്റുപ്പിഡ് തിങ്കിങ് നിർത്ത്, അതായിരിക്കും നിനക്ക് നല്ലത്. നിന്റെ ഉള്ളില് സൂജുവാന്റെ ഹാർട്ട് ഉള്ളതാണ്, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടെങ്കിലും നീ ജീവിച്ചിരിക്കണമെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അങ്ങനെ തന്നെ അവിടെ നിന്ന് പോകും. ഹീറോയിൻ പോയതിനു ശേഷം ഹീറോയിൻ
ഹീറോയിന് വേണ്ടി വാങ്ങിയ നെക്ലസ് ഒക്കെ എടുത്ത് നോക്കി വല്ലാണ്ട് ഫീലൊക്കെ ചെയ്യും. അങ്ങനെ തന്നെ ഹീറോയിന്റെ അടുത്ത് സംസാരിക്കണമെന്ന് തോന്നിയിട്ട് ഹീറോയിന് കോള് ചെയ്യും. പക്ഷെ പുള്ളിക്കാരി പിക്ക് ചെയ്യുന്നില്ല. വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഹീറോന്റെ അമ്മ വന്നിട്ട് ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങും. എന്താടാ നീ കാണിക്കുന്നത്? നിനക്ക് ഇത്രക്കും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? വീണ്ടും വീണ്ടും നീ എന്തിനാ അവളുടെ പുറകെ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലമ്മ, എനിക്ക് അവളില്ലാണ്ട് പറ്റുന്നില്ലമ്മ, എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കണം, താ അമ്മ ഫോൺ താന്നും പറഞ്ഞിട്ട് ഹീറോ വല്ലാണ്ട് ഫീൽ ചെയ്തൊക്കെ പറയും. അമ്മയാണെങ്കിലാ അതിലൊന്നും വീഴില്ല. നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞതാണ് ഹീറോയിന്റെ പുറകെ പോവരുതെന്ന്, എന്നിട്ട് നീ അവളുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും അവളുടെ പുറകെ പോവാണ്ട് പയ്യെ പയ്യെ നീ അവളുടെ അടുത്ത് നിന്ന് മൂവ് ഓൺ ആയി വരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോ നീ ആണെങ്കിലാ വീണ്ടും അവളിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ശരിയാവില്ല, നിന്റെ ഇഷ്ടത്തിന് ഇനി ഒരിക്കലും നിന്നെ വിടാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഹീറോന്റെ അമ്മ അങ്ങനെ തന്നെ ഹീറോനെ ഒരു റൂമിലിട്ട് പൂട്ടും. എന്തൊക്കെ ചെയ്തിട്ടും ഹീറോനാണെങ്കിൽ ആ ഹീറോയിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് മനസ്സിലുള്ളത്. എങ്ങനെയെങ്കിലും എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കണമെന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. നെക്സ്റ്റ് ഡേ ഒരു മെയ്ഡ് ഹീറോന്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട്, മാഡം, സാർ ഒന്നും തന്നെ കഴിക്കുന്നില്ല, ഇന്നലെ മുഴുവനും ഒന്നും കഴിച്ചിട്ടില്ല, ഇന്നും ഫുഡ് കൊണ്ടുപോയി വെച്ച്, പക്ഷേ അപ്പോഴും സാർ ഒന്നും കഴിക്കാണ്ട് ആ ഫുഡ് തിരിച്ചയച്ചെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ അമ്മക്ക് സങ്കടം വന്ന് അങ്ങനെ തന്നെ വാതിലും തുറന്ന് അകത്തേക്ക് കയറും. എന്താടാ മോനെ നിനക്ക് പറ്റിയത്? നീ എന്താ ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഫുഡൊക്കെ തിരിച്ചയച്ചോണ്ടിരിക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കൊന്നും വേണ്ടമ്മ, എനിക്ക് എന്റെ ജിന്നിനെ മാത്രം മതി, എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കണം, എനിക്ക് അവളെ കാണണോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദേ നോക്ക് മോനെ, നീ എന്തിനാ എപ്പോഴും ജിന്നിനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കൊരു കമ്പനി ഉള്ളതല്ലേ, അത് ഡെവലപ്പ് ആക്കാനായിട്ടല്ലേ നോക്കേണ്ടത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവൾ ഒരിക്കലും നമ്മുടെ ഫാമിലിയുമായിട്ട് സെറ്റ് ആവില്ലടാന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോന്റെ അമ്മ ഒരുപാട് ഹീറോനെ തിരുത്താനായിട്ടൊക്കെ നോക്കും. പക്ഷെ ഹീറോ അതിലൊന്നും വീഴാണ്ട്, ദേ നോക്കമ്മ, എന്നാ എന്റെ വഴിക്ക് വിട്, എനിക്ക് ജിന്നില്ലാണ്ട് ജീവിക്കാനായിട്ട് പറ്റില്ല, എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് വിടെന്നും പറഞ്ഞിട്ട് വല്ലാണ്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കും. അതേ ടൈമിന് നമ്മുടെ ജിന്നിനെ കാണിക്കാണ്. ജിന്നിനെ കാണാനായിട്ട് നമ്മുടെ യാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്താണ് നീ ഇവിടെ? ഹീറോ കാരണമാണ് നീ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറിയതെന്ന് ഇങ്ങനെ ചോദിക്കും. ആ അതെ, എങ്ങനെയെങ്കിലും എനിക്ക് ഹീറോന്റെ അടുത്ത് നിന്ന് മൂവ് ഓൺ ആകണമല്ല, അതിനുള്ള ഒരു പടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നതെന്ന് പറയും. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഹീറോന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്റെ കയ്യിലൊരു വഴിയുണ്ട്, ഞാനത് പറയട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ പറഞ്ഞൊന്ന് ഹീറോയിനും പറയും. എന്റെ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് ഫ്രാൻസിലുണ്ട്, അങ്ങോട്ടേക്ക് നീ ജോലിക്കായിട്ട് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിനാണെങ്കിൽ ഇത് കേട്ട് ഒന്നും മിണ്ടാണ്ട് നിൽക്കും. അപ്പൊ തന്നെ നീ എന്നാ കുറച്ച് ആലോചിക്ക്, എന്നിട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെ അവിടെ നിന്ന് പോകും. അതേ ടൈം ഹീറോന്റെ അമ്മയുടെ ബോഡി ഗാർഡ് ഹീറോനെ കാണാനായിട്ട് റൂമിലേക്ക് കയറി വന്ന് നോക്കും. അവിടെയാണെങ്കിൽ ആ ഹീറോനെ കാണുന്നില്ല. ഒരു ജനല് തുറന്ന് ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ തന്നെ ആ ബോഡി ഗാർഡ് എല്ലാരെയും വിളിച്ച് ഹീറോ രക്ഷപ്പെട്ടു പോയ കാര്യം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഹീറോനെ കണ്ടുപിടിക്കാനായിട്ട് പറയും. ആ ടൈമിന് ഹീറോനെ കാണിക്കാണ്. ഹീറോയിനെ കാണാനായിട്ട് ഭയങ്കരമായിട്ട് ഓടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ ഹീറോന് ചെസ്റ്റിൽ ഒരു പെയിൻ വരും. അങ്ങനെ തന്നെ ഹീറോ ചെസ്റ്റിലേക്ക് കൈവച്ച് ഇങ്ങനെ നിൽക്കേണ്ടാവുള്ളൂ. ആ ടൈമിന് തന്നെ ബോധം കെട്ട് നിലത്തേക്ക് വീഴും. പിന്നെ ഹീറോ കണ്ണ് തുറന്ന് നോക്കുമ്പോ ഒരു ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അടുത്ത് തന്നെ ഹീറോന്റെ അമ്മയും ഇരിപ്പുണ്ട്. എന്താ മോനെ ഈ ചെയ്തത്? നീ എന്തിനാണ് അങ്ങനെ ഓടിപ്പോയെന്ന് ഇങ്ങനെ ചോദിക്കും. പ്ലീസ് അമ്മ, എന്നെ ഒന്ന് വെറുതെ വിട്, എനിക്ക് എന്റെ ജിന്നിനെ കാണണം, എനിക്ക് എന്റെ ജിന്നിനെ കാണണം, ഞാൻ അവളെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടേന്ന് പറയും. ദേ നോക്കടാ മോനെ, നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ മോനെ, നിന്റെ ഹെൽത്ത് കണ്ടീഷനും കൂടി നീ ഒന്ന് ആലോചിക്കണ്ടേ. പിന്നെ അവള് നമുക്ക് ഒരിക്കലും സെറ്റ് ആവില്ലടാ, അത് നീ ഒന്ന് മനസ്സിലാക്കടാ. നമുക്കൊരു കമ്പനി ഉണ്ട്, നമ്മുടെ ഫാമിലി ഉണ്ട്, ഈ കമ്പനിയും ഫാമിലിയും നന്നായിട്ട് തന്നെ നോക്കണ്ടേ. അതിന് നീ മാത്രമല്ലേ ഉള്ളൂ, അതിന് നീ നന്നായിട്ട് കമ്പനിയൊക്കെ നോക്കണ്ടേ. നീ ഇങ്ങനെ ജിന്നിന്റെ പുറകെ പോയാൽ എങ്ങനെയാണ്? അവളെ വിട്ടേക്കടാ, അവളെ വിട്ട് കളയെന്നും പറഞ്ഞിട്ട് ഹീറോന്റെ അമ്മ ഒരുപാട് ഹീറോനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹീറോനാണെങ്കിൽ ആ ഹീറോന്റെ അമ്മയുടെ അടുത്ത് ഒരു വെറുപ്പ് തോന്നാനായിട്ട് തുടങ്ങും. എപ്പോഴും ഇങ്ങനെ ഹീറോയിനെ വിട് വിട് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് വല്ലാത്തൊരു ദേഷ്യമൊക്കെ തോന്നിയിട്ട് ഒന്നും മിണ്ടാണ്ട് നിൽക്കും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അമ്മ അങ്ങനെ തന്നെ റൂമിൽ നിന്ന് പോകും. ഹീറോ വല്ലാണ്ട് ഫീൽ ചെയ്ത് ഇങ്ങനെ കിടക്കുമ്പോ ഹീറോന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് കോള് വരും. എടാ, നമ്മൾ വിചാരിച്ച പോലെ ജിന്ന് യാനിന്റെ കൂടെ അല്ല താമസിക്കുന്നത്, യാനിന്റെ ഗസ്റ്റ് ഹൗസിലാണെന്ന് പറയും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഹീറോ അവിടെ നിന്ന് ഓടി യാനിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വരും. ഹീറോയിൻ പുറത്തു നിന്ന് ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കണ്ട ഉടനെ തന്നെ ഹീറോ ഓടി പോയിട്ട് ഹഗ് ചെയ്യും. എന്താ നീ കാണിക്കുന്നതെന്ന് ഹീറോയിൻ ഇങ്ങനെ ചോദിക്കും. പ്ലീസ് ജിൻ, നീ എന്നെ വിട്ടു പോവല്ലേ, നീ ഇല്ലാണ്ട് എന്റെ ലൈഫ് മുന്നോട്ട് പോലും പോവില്ല, എനിക്കും ഈ ഹാർട്ടിനും നീ തന്നെ വേണോന്നും പറഞ്ഞിട്ട് വല്ലാണ്ട് ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്തോണ്ടിരിക്കും. ദേ നോക്കുകൂ, നിനക്കിപ്പോ എന്നോടുള്ളത് റിയൽ ആയിട്ടുള്ള സ്നേഹമല്ല, എന്നെ പറ്റിയും സുജുവാനെ പറ്റിയും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കെയറിങ് മാത്രമാണ്, അല്ലാണ്ട് വേറൊന്നും അല്ലാന്ന് പറയും. അല്ല ജിൻ, അങ്ങനെയല്ല ജിൻ, നീ ഇല്ലാണ്ട് എന്റെ ലൈഫ് മുന്നോട്ട് പോവില്ല, ഞാൻ അത്രക്കും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്, എനിക്ക് 1 വർഷം ടൈം താ, അതിനുള്ളിൽ ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നീ സുവോജിന്റെ കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞായിരുന്നു, അതിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈം തന്നെ ഹീറോ ബോധം കെട്ട് ഹീറോയിന്റെ ഷോൾഡറിലേക്ക് വീഴും. അങ്ങനെ
അങ്ങനെ തന്നെ നെക്സ്റ്റ് സീനില് ഹീറോയിൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റ് ആക്കും. ഇതൊക്കെ അറിഞ്ഞിട്ട് ഹീറോന്റെ അമ്മ വന്നിട്ട് ഹീറോയിനെ തല്ലാനായിട്ട് പോകും. അങ്ങനെ തന്നെ ഹീറോയിൻ അത് തടുത്തു നിർത്തും. നിനക്ക് എന്ത് ധൈര്യം ഇരിക്കുന്നു, നീ എന്റെ മകന്റെ പിന്നാലെ നടക്കുവാണ്, നീ കാരണമാണ് എന്റെ മകൻ ഒട്ടും വയ്യാണ്ടായത്, നീ എന്റെ മകന്റെ ലൈഫിൽ നിന്ന് പോണോന്നും പറഞ്ഞിട്ട് ഒരുപാട് ചീത്തയൊക്കെ പറയും. ആ ടൈമിനാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഗുവിന് ഇപ്പോ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അവനിപ്പോ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ അവൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അവന് ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്. നിങ്ങൾ അവനൊരു പ്രഷർ കൊടുക്കാണ്ടിരിക്കണം, ഗുവിനെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെച്ചിരിക്കണം. അവൻ ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടും ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാല് ചിലപ്പോ ഗുവിന് മാറ്റി വെച്ചിട്ടുള്ള ആ ഹാർട്ട് ഫെയിലിയർ ആവാൻ വരെ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകും. ഹീറോയിൻ ഇതെല്ലാം കേട്ടിട്ട് അവിടെയുള്ള ഒരു ചെയറുമേ ചെന്നിരിക്കും. എന്നിട്ട് സൂജുവാന്റെ ഡെത്തിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഹീറോയിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ പറ്റിയും ഹീറോയിന് സെക്കൻഡ് ചാൻസ് കൊടുക്കണമോ വേണ്ടിയോ ഇതിനെ പറ്റിയും വല്ലാണ്ടൊക്കെ ചിന്തിക്കും. അവസാനം ഹീറോന്റെ കൂടെ തന്നെ രണ്ടാമതും ചേരാന്നുള്ള ഒരു തീരുമാനത്തിലെത്തും. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ ഹീറോനെ കാണാനായിട്ട് ചെല്ലും. അപ്പൊ തന്നെ ഹീറോ, ഞാൻ പറഞ്ഞതിനെ പറ്റി നീ കൂടുതലായിട്ട് ആലോചിച്ചായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിൻ അപ്പൊ തന്നെ സൂജുവാനെ പറ്റി ഇത്ര നാളും ഹീറോയിൻ കളക്ട് ചെയ്ത കുറച്ച് എവിഡൻസ് ഒക്കെ എടുത്ത് ഹീറോയിന് നേരെ നീട്ടും. ഹീറോയിനാണെങ്കിൽ ഇത് കാണുമ്പോ വല്ലാത്തൊരു സന്തോഷമൊക്കെ വരും. അപ്പൊ ഞാൻ പറഞ്ഞതിൽ നിനക്ക് സമ്മതമാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീറോയിൻ, ഞാൻ നിനക്കിപ്പോ ഒരു പ്രോമിസ് തരാണ്, നീ പറഞ്ഞ പോലെ തന്നെ 1 വർഷം നിന്റെ കൂടെ ഇരുന്നോളാം, നീ എനിക്ക് പ്രോമിസ് ചെയ്ത പോലെ തന്നെ എന്റെ അടുത്ത് ചെയ്യണോന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അങ്ങനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകും. ഹീറോയിനാണെങ്കിൽ ആ വല്ലാത്ത സന്തോഷമൊക്കെ വന്നിട്ട് ഹീറോയിൻ പോകുന്നത് നോക്കി വല്ലാണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോ ഇവരുടെ ഇടയിലേക്ക് സൂജുവാൻ എന്നുള്ളൊരു ക്യാരക്ടറും കൂടി വന്നിട്ടുണ്ട്. ഈ സൂജുവാൻ ജീവനോട് കൂടി ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മരിച്ചുപോയോ? ഈ സൂജുവാന്റെ മരണത്തിന് പിന്നിൽ ആരൊക്കെ ആയിരിക്കും? പുതിയ കഥാഗതിയിലൂടെയാണ് നമ്മുടെ ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഇനിയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുമെന്നാണ് എന്റെ വിശ്വാസം. ഈ ലവ് സ്റ്റോറി ഇനിയൊരു റിവഞ്ച് സ്റ്റോറി ആയിട്ട് മാറുമോ? ഇനിയുള്ള എപ്പിസോഡുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. എന്തായാലും പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ലൈക്കും ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾക്ക് അതൊരു വലിയ പ്രചോദനമായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.